അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മന്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഈ മന്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അറേബ്യൻ സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു മന്തി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കതിന്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ മന്തി റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൂപ്പർ മന്തിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 കഷ്ണം പട്ട, അതുപോലെ ഒരു 5 ഏലക്ക, ഒരു 5 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകാണ്, നമ്മൾ പൊടിക്കാത്ത കുരുമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 ബേ ലീഫ്, അതുപോലെ 2 ഉണങ്ങിയ നാരങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കിലോ റൈസ്, അതുപോലെ 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അതിൽ ഞാൻ അളവുകളൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളർ ആവരുത് കേട്ടോ. ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കളറൊക്കെ മാറും. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി അരച്ചിട്ടല്ല ചേർക്കുന്നത് കേട്ടോ, ഇതുപോലെ അരിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കൊരു മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ശരീരത്തിന് നല്ല അല്ലാന്ന് തോന്നുന്നവരാണെങ്കിൽ ഇത് ഒഴിവാക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നായി വരുന്ന സമയത്ത് നമ്മൾ അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ അളന്നിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അളക്കാനൊന്നും നിൽക്കണ്ട. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ചിക്കൻ ഞാൻ 2 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. 1 കിലോ ചിക്കനാണ്, അത് 2 കഷ്ണങ്ങളാക്കി എന്നുള്ളൂ. നിങ്ങൾക്ക് 4 എണ്ണമൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചിക്കനും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് തന്നെ ചിക്കനൊന്ന് തിളച്ച് വരട്ടെ, എന്നാലേ ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ആ ഒരു വെള്ളത്തിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം. ഈ ചിക്കൻ്റെ ഈ വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിക്കേണ്ടത്, എന്നാലേ നമ്മുടെ ചോറിന് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതായിട്ടുള്ള കുതിർത്ത് ഒരു 15-20 മിനിറ്റ് ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. ബസ്മതി ലോങ് ഗ്രെയിൻ റൈസാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നീളമുള്ള അരി തന്നെ എടുക്കുക, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് എന്തായാലും നിങ്ങൾ കുതിർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പാത്രം കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ പാത്രം മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് തന്നെ അരി ഇട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അടച്ച് വെക്കാനായിട്ട്. അപ്പോൾ അരിയും വെള്ളവും ഒരേ ഒരു പാകമാകുന്ന സമയത്ത് നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ഈ ചോറ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ തൈര് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി വെളുത്തുള്ളിൻ്റെ പൊടി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളിൻ്റെ അല്ലി ഒന്ന് ചതച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. നല്ലതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് മസാലകളൊക്കെ പിടിക്കുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം.
അപ്പോൾ ഈ മസാലയ്ക്ക് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. വെളുത്തുള്ളിൻ്റെ പൊടിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കുക. അപ്പോൾ നല്ല ഇതാണ് കേട്ടോ. ഈ നമ്മൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നല്ല യെല്ലോ കളർ തന്നെ ഉണ്ടാവും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ചോറിലേക്ക് ഞാനൊരു 3 പച്ചമുളകും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നേരത്തെ ചേർക്കാതിരുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും നമുക്ക് ഒരു ലാസ്റ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒന്നും കൂടെ ഇളക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് നമുക്ക് ചോറ് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളതാണ്. ഇനി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് ഞാൻ ഇതിൻ്റെ ആ ഒരു മസാല ബാക്കിയുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ദം ചെയ്യുമ്പോൾ തന്നെ വെന്തോളും. അപ്പോൾ ബാക്കിയുള്ള ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് വേവിക്കുമ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ അളവൊക്കെ നിങ്ങൾ കറക്റ്റാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ചോറ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇതിന് മേളിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒഴിക്കുക, കളറ് വേണമെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഒന്നും ഒഴിക്കാണ്ടിരിക്കുക കേട്ടോ. ഇതിലൊരു 2 ചാർക്കോൽ പീസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പുകയിച്ചെടുക്കുന്നുണ്ട്. ചാർക്കോലിന് പകരം അടുപ്പിൽ നിന്ന് 2 കനലിൻ്റെ പീസ് എടുത്താൽ മതി. ആവി പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത്. നല്ല ചൂടോട് കൂടി തന്നെയാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അതാവും നല്ലത്. അപ്പോൾ നമുക്ക് ചോറൊന്ന് വേറെ പാത്രത്തിലേക്ക് ആദ്യം ചോറൊന്ന് മാറ്റിയെടുക്കുക. നല്ല നമുക്ക് അടിയിലുള്ള ചിക്കനൊന്ന് എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മുകളിൽ നിന്ന് ചോറൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കോരി മാറ്റണം. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ചിക്കൻ എടുക്കുകയാണ്. ചിക്കനൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ദം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോവും. ഇനി ഈ ചിക്കൻ്റെ അടിയിലുള്ള ആ മസാലയിൽ നമ്മൾ ഈ ചോറ് ബാക്കിയുള്ള ചോറ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മൾ ക്യാപ്സിക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഈ ചോറിന് നല്ലൊരു സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.